ഹലോ എവരിവൺ, എൻ്റെ പേര് അനുപ മാത്യു. ഞാൻ ലേൺവൈസിലെ BA ഓണേഴ്സ് എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനകത്ത് എത്ര ബ്ലോക്സ് ഉണ്ടെന്നും ഓരോ ബ്ലോക്സിനകത്ത് എത്ര യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നും എന്തിനാ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിക്കുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയ സെറ്റ്സ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻ എന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ എനിക്ക് നിങ്ങൾക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ +1 +2 ലെവലില് മാത്സ് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെ. അവർക്ക് ഇതൊരു റിവിഷൻ പോലെ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ. കാരണം നിങ്ങൾക്ക് ഇത് +1 പഠിക്കാനുണ്ടായിരുന്നു. ഇനി +1 പഠിക്കാത്ത കുട്ടികൾ, മാത്സ് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ബേസ് തൊട്ടേ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബേസ് തൊട്ടേ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സില് +2 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ അവര് പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് സിമ്പിൾ തന്നെ, നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് ഇഗ്നോർഡിനകത്ത് എക്സാം എഴുതാനായിട്ട് ഒന്നേ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ഇംഗ്ലീഷിലാണല്ലോ എക്സാം എഴുതുന്നത്. നിങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെന്ന് വിചാരിച്ചാൽ പേടിക്കൊന്നും വേണ്ട. നമ്മളിവിടെ മലയാളത്തിൽ തന്നെ ആയിരിക്കും കൂടുതലും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളത് ഓരോ കാര്യം അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഡെഫിനിഷൻ, മാത്സിന്റെ കേസിൽ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ അല്ലാതെ ഇപ്പം എഴുതാൻ പറയുന്നതൊക്കെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കിയാണ് പഠിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് തന്നെ സെന്റൻസ് ഫോം ചെയ്ത് എഴുതാനതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പൊതുവേ പറയാൻ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ മാത്സിന് മസ്റ്റ് ആയിട്ടും ഒരു നോട്ട് കീപ്പ് ചെയ്യണം. നോട്ടിനകത്ത് നിങ്ങൾ ഓരോ യൂണിറ്റിന്റെയും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെന്ന് വിചാരിച്ച് നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാതിരിക്കരുത്. ഇപ്പൊ ഓരോ സെക്ഷനും നമ്മളിപ്പോ സെക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഓരോ സെക്ഷനകത്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് കുറെ എക്സാമ്പിൾസ് കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ നോട്ട് കീപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി തന്നെ പോകണം. പിന്നെ ഡെയിലി പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സെറ്റ് എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കും. അതായത് സെറ്റിന്റെ ഡെഫിനിഷൻ, ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, പവർ സെറ്റ്, അതിനൊക്കെ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കും, എക്സാമ്പിൾസ് പഠിക്കും. പിന്നെ സെറ്റിനകത്തുള്ള ഓപ്പറേഷൻസ്, നമ്മളിപ്പം സാധാരണ നമ്പേഴ്സ് നമ്മൾ കൂട്ടുക, കുറയ്ക്കുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ സെറ്റുകളുടെ എങ്ങനെ നമുക്ക് യൂണിയൻ എടുക്കാം, ഇന്റർസെക്ഷൻ എടുക്കാം, ഡിഫറൻസ് എടുക്കാം, പാർട്ടീഷൻ, ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇങ്ങനെ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത് ഒരു സെറ്റ് കൊണ്ട് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സെറ്റുകൾ വേണം. നമുക്ക് ഒരു നമ്പർ തന്നെ വെച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ലല്ലോ. ഒന്നോ രണ്ടോ നമ്പർ തമ്മിലല്ലേ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. രണ്ട് നമ്പർ തമ്മിൽ നമ്മൾ കൂട്ടി കുറയ്ക്കുക, രണ്ടല്ല 3 നമ്പേഴ്സ് നമ്മൾ കൂട്ടുന്നു കുറയ്ക്കുന്നു, അങ്ങനെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സെറ്റിനകത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ സെറ്റിന്റെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, പാർട്ടീഷൻ എന്നൊക്കെ പറഞ്ഞത്. ഇനി നമ്മൾ എന്താണ് സെറ്റ് എന്നും കൂടുതലായിട്ട് നമ്മൾ ഇനി ഓരോ ഈ സബ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ ഇനി ഇൻട്രൊഡക്ഷനോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷനോട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, നമ്മൾ ഇനി സെറ്റിനെ പറ്റി ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുക. എന്താണ് സെറ്റ്, എങ്ങനെ നമുക്ക് ഒരു സെറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡുകളിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു സെറ്റിനെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, ഓരോ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെറ്റിനെ നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ എ നോക്കൂ, എ ഉപയോഗിക്കാം, ബി ഉപയോഗിക്കാം, ഇസഡ് വരെയുള്ള ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ സെറ്റിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. പിന്നെ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ കേർലി ബ്രാക്കറ്റ്സിനകത്തായിരിക്കും എഴുതുക. കേർലി ബ്രാക്കറ്റ്സിനകത്താണ് നമ്മൾ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ എഴുതുക. അത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താണ് സെറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Okay, in mathematics, a set is defined as a well-defined collection of objects. അവിടെ ഈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഇത് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതായത് ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ?
അതായത് ഇവിടെ നോക്കി, ഇപ്പം നമ്മളോട് പറയുക ഒരു സെറ്റ് ഓഫ് ബെസ്റ്റ് പ്ലെയേഴ്സ്, അതായത് ബെസ്റ്റ് പ്ലെയേഴ്സിന്റെ ഒരു സെറ്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും മാറുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമുക്ക് സെറ്റ് വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഈ വെൽ ഡിഫൈൻഡ് അല്ലാത്തത്? ദ കോൺസെപ്റ്റ് ഓഫ് ബെസ്റ്റ്, വേർസ്റ്റ്, ബ്യൂട്ടിഫുൾ, പവർഫുൾ എക്സെട്ര. അതൊക്കെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറ്റം വരും. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് അനുസരിച്ച് മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയാം നിങ്ങളോട് ഓരോരുത്തരോടും പറയുക ഈ ക്ലാസ്സിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസിന്റെ പേര് എഴുതാൻ, അതൊരു സെറ്റിലാക്കി എഴുതാൻ പറയുക. അപ്പൊ ഞാൻ എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ആൾക്കാരായിരിക്കത്തില്ല വേറൊരാൾക്ക് തോന്നിയത്, അയാൾക്ക് തോന്നിയതായിരിക്കത്തില്ല വേറൊരാൾക്ക്. അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറ്റം വരും. അപ്പൊ അതൊന്നും നമുക്കൊരു സെറ്റായിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതേസമയം ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുക, നിങ്ങളോട് ഒരു സെറ്റ് ഫോം ചെയ്യാൻ പറയുക, ഈ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10, അതിപ്പോ ആരെഴുതിയാലും എല്ലാവർക്കും എന്തായിരിക്കും കിട്ടുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ വെച്ച് നിങ്ങൾക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10 പറഞ്ഞാൽ നമുക്ക് 2, 4, 6, 8 ഈ 4 നമ്പേഴ്സ് അല്ലേ കിട്ടത്തുള്ളൂ. ആരെഴുതിയാലും എല്ലാവർക്കും ഈ 4 നമ്പേഴ്സേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതൊരു സെറ്റാണ്, ഇത് വെൽ ഡിഫൈൻഡ് ആണ്, ഇതൊരു സെറ്റാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ആ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെറ്റിനകത്ത് എഴുതുന്ന ഒബ്ജക്റ്റുകൾ അല്ല, ഈ ഒബ്ജക്റ്റുകളെ നമ്മൾ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അത് എന്ത് വേണമെങ്കിലും ആകാം. ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കാം, ലെറ്റേഴ്സ് നമുക്ക് എഴുതാം, പ്ലേസസ് ഓരോ സ്ഥലങ്ങളുടെ പേര് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ആൾക്കാരുടെ പേരോ എന്ത് വേണമെങ്കിലും ആകാം. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു സെറ്റിനകത്ത് എഴുതാം. നിങ്ങളുടെ മനസ്സിൽ സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് സെറ്റിന്റെ ഡെഫിനിഷൻ ആണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. പിന്നെ നമ്മൾ സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കേർലി ബ്രാക്കറ്റ്സിനകത്തായിരിക്കും നമ്മൾ സെറ്റിലെ ഓരോ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സിനെ നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഐറ്റം പ്രസന്റ് ഇൻ എ സെറ്റ് ആർ കോൾഡ് ദെയർ എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. അതായത് ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് മെമ്പേഴ്സ് എന്ന് കൂടി വിളിക്കാൻ പറ്റും. പിന്നെ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ്സ് നമ്മൾ കേർലി ബ്രാക്കറ്റ്സിനകത്തായിരിക്കും എഴുതുക, കോമ ഇട്ട് ആണ് നമ്മൾ എഴുതി പോകുന്നത്. പിന്നെ ഈ സെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജോർജ് കാൻഡർ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു പേപ്പറിനകത്ത് പബ്ലിഷ് ചെയ്തതിനകത്താണ് സെറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൺ എ പ്രോപ്പർട്ടി ഓഫ് കളക്ഷൻ ഓഫ് ഓൾ റിയൽ ഓൾജിബ്രിക് നമ്പേഴ്സ്. അതിനകത്താണ് സെറ്റ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറ്റ് എ ഈസ് ഈക്വൽ ടു 2, 4, 6, 8. എന്താണ്? ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. അത് ആര് ഡിഫൈൻ ചെയ്താലും സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10. അത് നമുക്ക് എന്താ കിട്ടും? നമുക്ക് അതിനെ ബി എന്ന് പറഞ്ഞു നമുക്ക് അതിനെ കാണിക്കാം. ബി ഇസ് ഈക്വൽ ടു, ഈ ഇപ്പൊ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കിട്ടാം? 1, 3, 5, 7, 9. ഇതിപ്പോ നമ്മുടെ ഇവിടെയുള്ള ആര് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 ചോദിച്ചാലും നമുക്ക് എന്താ കിട്ടുക? 1, 3, 5, 7, 9. അതാ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറുമോ? ഇല്ല. ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ സെറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ടു ഡിനോട്ട് ദാറ്റ് ആൻ എലമെന്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എ സെറ്റ്, ദ സിമ്പിൾ, ഈ ഒരു സിമ്പിളിനെ നമ്മൾ ബിലോങ്സ് ടു എന്നാണ് വായിക്കുക കേട്ടോ. അതായത് ഇപ്പം ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സെറ്റ് എഴുതാം. എ ഈസ് ഈക്വൽ ടു 1, 2, 5 ആണെന്ന് വിചാരിക്കുക. എ ഈസ് ഈക്വൽ ടു 1, 2, 5. ഈ ഒരു എക്സാമ്പിളിനകത്ത് 2 എന്ന് പറയുന്ന നമ്പർ എക്കകത്തുണ്ട് അല്ലെ? 2 എന്ന് പറയുന്ന നമ്പർ സെറ്റ് എക്കകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ബിലോങ്സ് ടു എ. 2 എന്ന എലമെന്റ് എ എന്ന സെറ്റിനകത്തുണ്ട്. അതേസമയം ഈ ഒരു സെറ്റിനകത്ത് 3 ഉണ്ടോ? ഇല്ല. അപ്പൊ 3 എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണ്. 3 ഇതിനകത്ത് ഒരു എലമെന്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. കാർഡിനാലിറ്റി എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഒരു സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ആ എലമെന്റ്സിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ്, അതാണ് കാർഡിനാലിറ്റി. അപ്പൊ ഇവിടെ തന്നെ കൊടുത്ത എക്സാമ്പിൾ നോക്കിയേ. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എ ഈസ് സംടൈംസ് ഡിനോട്ടഡ് ആസ്, അതായത് 2 വെർട്ടിക്കൽ ആയിട്ടുള്ള ബാറിനകത്തായിരിക്കും നമ്മൾ, 2 വെർട്ടിക്കൽ ആയിട്ടുള്ള ബാർസിനകത്താണ് നമ്മൾ കാർഡിനാലിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എ എന്ന സെറ്റിന്റെ കാർഡിനാലിറ്റി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. അതേസമയം ബി എന്ന സെറ്റിന്റെ കാർഡിനാലിറ്റി ആണെങ്കിൽ നമ്മൾ കാർഡിനാലിറ്റി ഓഫ് ബി, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
Thus, if A is a set of letters of the English alphabet, അതായത് ഇപ്പൊ A എന്ന് പറയുന്നത് സെറ്റ് ഓഫ് അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അത് A, B, C, D തൊട്ടിട്ട് ഇസിഡ് വരെ വരും അല്ലെ. പിന്നെ വേറൊരു കാര്യം, സോറി കേർലി ബ്രാക്കറ്റ്സിനകത്ത് വേണ്ടിയിട്ട് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഓരോ സെറ്റിനെയും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കുമല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള എലമെന്റ്സുകളെ നമ്മളിപ്പം സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട് വേണം കാണിക്കാൻ. ഇതിനകത്ത് നമ്മൾ പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഓരോ കേസ് പറഞ്ഞാൽ നമ്പേഴ്സ് ഉള്ള കേസിനെ നമ്പേഴ്സ് എഴുതിയാൽ മതി, മനസ്സിലായില്ലേ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സ് ഫുൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങളത് എ എന്ന് ക്യാപിറ്റൽ എ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ട് അതിനകത്തുള്ള എലമെന്റ്സുകളെ എ ബി സി ഇങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് വേണം എഴുതാൻ. അല്ലാതെ നിങ്ങൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ എഴുതാനായിട്ട് പാടില്ല. അപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സിന്റെ കാർഡിനാലിറ്റി പറഞ്ഞാൽ നമ്മൾ എത്ര എഴുതും? 26 ആയിരിക്കും അല്ലെ. മൊത്തം 26 ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തുള്ളത്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 26 ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കേസ്, ഇഫ് എക്സ് ഇസ് എ സെറ്റ് ഓഫ് വോവൽസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതായത് എക്സ് എന്ന് പറയുന്നത് വേറൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് വോവൽസ് ആണോ ഉള്ളത്. അപ്പൊ വോവൽസ് അതിന്റെ ഏതൊക്കെ വരും? എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു അല്ലെ. ഇത്രയും എലമെന്റ്സ് ആണ് വരിക, 5 എണ്ണം. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും വരിക? 5. കാർഡിനാലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഇങ്ങനെയാണ് കാർഡിനാലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഇതല്ലാതെ തന്നെ വേറെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും കാർഡിനാലിറ്റി. അപ്പൊ എന്താ കാർഡിനാലിറ്റി എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഒരു 4 എക്സാമ്പിൾസ് എങ്കിലും മിനിമം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. ഇപ്പൊ കാർഡിനാലിറ്റിക്കകത്ത് നമ്മളെ ഓരോ സെറ്റിനകത്തും എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതല്ലേ പറഞ്ഞേ. ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ഓരോ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഫൈനൈറ്റ് ആകാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആകാം. ഫൈനൈറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അതിന്റെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് അറിയാം. ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. നമുക്കത് കറക്റ്റ് ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള കേസിൽ നമ്മളിങ്ങനെ ഇപ്പം കുറച്ച് എലമെന്റ്സ് ആയിട്ട് ബാക്കി നമ്മൾ ഡോട്ട് ഇട്ടത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് കാണിച്ചിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫോർ ഒരു എക്സാമ്പിൾ പറയാണ്, ഫൈനൈറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെന്ന് നോക്കി. The set of suppliers of a manufacturer and other examples from the business world are finite because we can enumerate the elements of each set in some order. അതായത് നമുക്ക് ഒരു ഓർഡറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഫൈനൈറ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഇപ്പൊ ഒരു കമ്പനി 10 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ 10 പ്രൊഡക്ട്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സെറ്റിനകത്ത് എഴുതാനോ പറ്റും. പിന്നെ ഇപ്പൊ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10, ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10, അതൊക്കെ നമുക്ക് ഒരു സെറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഒരു സെറ്റ് എഴുതാൻ പറയുകയാണ്, ലിസ്റ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, എല്ലാ ഈവൻ നമ്പേഴ്സും എഴുതാൻ നമ്മളത് എഴുതി കഴിഞ്ഞാൽ തീരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ അത് ഇൻഫൈനൈറ്റ് ആണ്. അതുപോലെ ഓൾ ഓഡ് നമ്പേഴ്സ് അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ അത് നമുക്ക് എഴുതാനായിട്ട് ഒരു ഫൈനൈറ്റ് അല്ല, അത് ഇൻഫൈനൈറ്റ് ആണ്. അത് ആ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി സെറ്റ്സിന്റെ റെപ്രസെന്റേഷൻ, നമുക്ക് സെറ്റ്സിനെ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ കേർലി ബ്രാക്കറ്റ്സിനകത്ത് എലമെന്റ്സിനെ നമ്മൾ കോമ ആയിട്ട് എഴുതി പോകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. അല്ലെങ്കിൽ വവൽസ് നമ്മൾ എഴുതുന്നു എ ഇ ഐ ഒ യു, ഇതൊക്കെ എഴുതുവാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റോസ്റ്റർ ഫോം ആണ്. കേർലി ബ്രാക്കറ്റ്സിനകത്ത് എലമെന്റ്സിനെ കോമായിട്ട് എഴുതി പോകുന്ന മെത്തേഡിന് പറഞ്ഞ പേരാണ് റോസ്റ്റർ ഫോം. മനസ്സിലായില്ലേ? ഇനി പക്ഷെ നമുക്ക് എല്ലാ കേസിലും റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എലമെന്റ്സിനെ എഴുതാൻ പറ്റത്തില്ല. ഫൈനൈറ്റ് ആയിട്ടുള്ള കേസസ് മാത്രമാണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ കേർലി ബ്രാക്കറ്റ്സിനകത്ത് എലമെന്റ്സിനെ കോമായിട്ട് ഇങ്ങനെ എഴുതി പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാം അങ്ങനെ ആകണമെന്നില്ല. ഇപ്പൊ ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കവിടെ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് സെറ്റ് ബിൽഡർ മെത്തേഡ്. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ആ ഒരു കണ്ടീഷനെ നമ്മൾ അതേപോലെ സ്റ്റേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതായത് സ്റ്റേറ്റിംഗ് ഇൻ ബ്രേസസ് the rule or condition based on which it can be determined whether or not a given object is an element of the set. അതായത് നമ്മളോട് പറയാം, ഒരു എല്ലാ ഈവൻ നമ്പേഴ്സിന്റെയും ഒരു സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്ന എല്ലാ ഈവൻ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞ് തീരൂ ഇല്ല. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ആ ഒരു കണ്ടീഷനെ ഈ കേർലി ബ്രാക്കറ്റ്സിനകത്ത് എഴുതുകയാണ് ചെയ്യുക. അല്ലാതെ ഓരോ എലമെന്റ്സ് നമ്മൾ എഴുതില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാ വരുന്നത്. ഇവിടെ നോക്കിക്കേ. This consists of denoting a generic element of the set, then putting a colon or vertical bar, and after the colon or vertical bar writing the basic property or characteristic of the generic element of the set.
ദ കോളൻ ഓർ വെർട്ടിക്കൽ ബാർ സ്റ്റാൻഡ്സ് ഫോർ സച്ച് ദാറ്റ് ഓർ ഫോർ വിച്ച്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പൊ പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് നമ്മൾ പി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പി ഇസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ്സിനകത്ത് എക്സ് വെർട്ടിക്കൽ ബാർ എക്സ്. അപ്പൊ നമ്മൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നാണത് വായിക്കേണ്ടത് കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ ദ കമ്പനി ആർ. കമ്പനി ആർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി ആർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എക്സ്. നമ്മൾ ആ എന്തൊക്കെ എക്സ് അതിലെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ കമ്പനി ആർ ഒരുപാട് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയാ വായിക്കുന്നത്? ഇറ്റ് ഈസ് റെഡ് ആസ് P is a set of those element X such that X is a product manufactured by the company R. മനസ്സിലായില്ലേ? ഇവിടെ എക്സ് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? എനി വൺ എലമെന്റ് ഓഫ് സെറ്റ് പി. പി എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു എലമെന്റിനെയാണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കമ്പനി ആർ ഒരു 50 പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് നമുക്കിപ്പം എക്സ്, വൈ, ടി, പി, ആർ അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ആണെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഓരോ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആർ എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് വേറൊരു സെറ്റ് ബിൽഡർ ഫോമിൽ വേറൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റിയതാണ് സെറ്റ് ഓഫ് ഓൾ ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതിന്റെ ഒരു സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മളിപ്പോ പി എന്ന സെറ്റ് ഡിനോട്ട് ചെയ്യാണ്. പി ഇസ് ഈക്വൽ ടു സ്മോൾ പി such that P is a prime number less than or equal to 10. അതായത് പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. മനസ്സിലായില്ലേ? ഈ പി എന്ന് ഈ സ്മോൾ പി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ പിക്കകത്തുള്ള ഒന്നായിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഇവിടെ നമ്മൾ സെറ്റിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എഴുതി വെക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിനകത്തും ഉണ്ട്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കത് n is equal to 1, 2, 3, 4 അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുക. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കൗണ്ടബിൾ അല്ല, കുറേ ഉണ്ടല്ലേ. അപ്പൊ അത് നമുക്ക് ബാക്കി ഡോട്ട്സ് ഇട്ട് കാണിച്ചാൽ മതി. ദെൻ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇ ഇസ് ഈക്വൽ ടു 2, 4, 6, 8 അതും കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ആണെങ്കിലും 2, 3, 5, 7 കുറെ ഉണ്ട്. ദെൻ ഇന്റീജേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇസഡ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഓരോ കേസിൽ ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n വെച്ചായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ W, ഇന്റീരിയേഴ്സ് ആണെങ്കിൽ Z, റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ Q, ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ P, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ R. ഇപ്പൊ ഓരോ ലെറ്ററും ഏതിനെയാണ് കാണിക്കുന്നത്? ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ N, ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ W, ഇന്റീരിയേഴ്സ് ആണെങ്കിൽ Z. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കണം. ഓരോ കേസിലും ഏതാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നതും അതിന്റെ എക്സാമ്പിളും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതിലോട്ട് പോകാം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്താന്ന് നോക്കാം. എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല കേട്ടോ. ആ ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ്സും ഉണ്ടാകത്തില്ല. അതാണ് എംപ്റ്റി സെറ്റ്. എ സെറ്റ് വിത്ത് നോ എലമെന്റ് ഇൻ ഇറ്റ് ഇസ് കോൾഡ് ആൻ എംപ്റ്റി സെറ്റ്. ദ നൾ സെറ്റ് ഓർ ദ വോയിഡ് സെറ്റ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ. ഈ ഒരു സിമ്പിൾ നമ്മൾ വായിക്കുക ഫൈ എന്നാട്ടോ. ഫൈ എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്. നമുക്ക് ഒരു എംപ്റ്റി സെറ്റിനെ ഏതർ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, ഓർ കേർലി ബ്രാക്കറ്റ്സിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെയല്ല, ഇവിടെ കറക്റ്റ് എഴുതേണ്ടത് ഇങ്ങനെയാണേ. ഇതുകൊണ്ട് ഇപ്പൊ പെൻടാബിൽ എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എ സെറ്റ് വിത്ത് നോ എലമെന്റ്, ആ സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഹിയർ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്റ്റി സെറ്റാ. എന്തുകൊണ്ടാ? ദർ ഇസ് നോ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3. 2ന്റെയും 3ന്റെയും ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് വേറെ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എന്താ? ഒരു എംപ്റ്റി സെറ്റ് ആണ്. മനസ്സിലായോ? പിന്നെ എംപ്റ്റി സെറ്റ് നമുക്ക് കുറെ എക്സാമ്പിൾസ് കിട്ടും. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് എഴുതി വേറെ എക്സാമ്പിൾസും കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കാർഡിനാലിറ്റി ഓഫ് ആൻ എംപ്റ്റി സെറ്റ്, ഒരു എംപ്റ്റി സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അതിനകത്ത് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ഇനി നമുക്ക് എംപ്റ്റി സെറ്റിന്റെ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, 2ന്റെയും 3ന്റെയും ഇടയ്ക്കുള്ള ഒരു നാച്ചുറൽ നമ്പർ, അത് എംപ്റ്റി സെറ്റ് ആണ്. കാരണം ഒരു നമ്പേഴ്സും അങ്ങനെയില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാ? 2, 4, 6. 2ന്റെ ടേബിളിനകത്ത് വരുന്നത് 2, 4, 6, 8, 10 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്,
ആസ് മൾട്ടിപ്പിൾ ഓഫ് 2. 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. കാരണം 2ന്റെ ടേബിളിനകത്ത് ഓഡ് നമ്പേഴ്സ് വരുന്നില്ല. 2ന്റെ ടേബിളിനകത്ത് 2 ഓരോ അവസാനം എന്താ വരിക? 2, 4, 6, 8 അല്ലെങ്കിൽ 0. ഇതാണ് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഓരോ ഇതിന്റെയും അവസാനം വരിക 2, 4, 6, 8 അല്ലെങ്കിൽ 0 അങ്ങനെ വരാം. അതല്ലാണ്ട് നമുക്ക് അവിടെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെ വരണം? 1, 3, 5, 7 അല്ലെങ്കിൽ 9 അവസാനം വരണ്ടേ? അപ്പം ഒരിക്കലും 2ന്റെ ടേബിളിൽ അങ്ങനെ വരില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളോട് പറയാ ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 2 അതൊരു സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്കൊരു നൾ സെറ്റ് ആണ് കിട്ടുക. അതിനകത്ത് ഒരു എലമെന്റ്സും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കാർഡിനാലിറ്റി 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഇനി ഇക്വാളിറ്റി ഓഫ് സെറ്റ്സ്. എന്താണ് ഇക്വാളിറ്റി ഓഫ് സെറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് 2 sets are considered equal if they have the same elements. സെയിം എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2 സെറ്റ് ഈക്വൽ ആണ്. അപ്പൊ എനിക്ക് ഇതിന്റെ മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ആദ്യം തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഈ സെറ്റിന്റെ കേസിലല്ലേ നമ്മളിപ്പോ 2 സെറ്റിനെ എഴുതുക എന്ന് വിചാരിക്കുക. അവിടെ ഓർഡറിന് പ്രാധാന്യമില്ല. മനസ്സിലായില്ലേ? എലമെന്റ്സ് രണ്ടിനകത്തും ഒരേപോലെ ആണെങ്കിൽ അത് ഈക്വൽ സെറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറയുക ഇപ്പം എ ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം, 1, 2, 3, 5 എന്നും ഇവിടെ ബി ഇങ്ങനെ എടുക്കണ്ട, ബി നമ്മൾ എഴുതുകയാണ് 5, 1, 2, 3 ഇങ്ങനെ എഴുതിയാലും എയും ബിയും ഈക്വൽ ആണ്. കാരണം ഇവിടെ ഓർഡർ നമ്മൾ നോക്കുന്നില്ല. എലമെന്റ്സിന്റെ ഓർഡറിന് ഇവിടെ പ്രാധാന്യമില്ല. സെറ്റ്സിന്റെ കേസിൽ 1 ഉണ്ടോ? 1 ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 3യും ഉണ്ട് ആൻഡ് 5ഉം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു ഈക്വൽ സെറ്റ് ആണ്. മനസ്സിലായി? നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഈക്വൽ സെറ്റ്സിന്റെ വേറെ എക്സാമ്പിൾസും എഴുതണം കേട്ടോ. ഇനി നമുക്ക് നമ്മളിത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സിമ്പൽ ഇതാണ് സബ്സെറ്റ്. സബ്സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് സബ്സെറ്റ് എന്ന് പഠിക്കാൻ നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ച് വേണം പഠിക്കാൻ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അതാണ് ബി എന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ്. ഈ എ എന്ന് പറയുന്നത് 2, 4, 6, 8, 10 ആണ്. 5 എലമെന്റ്സേ ഉള്ളൂ. 2, 4, 6, 8, 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനെ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എന്തുകൊണ്ടാ? എയിലുള്ള 2, 4, 6, 8, 10 എയിലുള്ള 2, 4, 6, 8, 10 ഈ 5 എലമെന്റ്സും ബിക്കകത്തുണ്ട്. 2, 4, 6, 8, 10 അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിക്കകത്തുണ്ട്. ബിക്കകത്ത് അല്ലാതെയും എലമെന്റ്സ് ഉണ്ട്. ബി ഒരു വലിയ സെറ്റാണ്. എയിലുള്ള എലമെന്റ്സ് മാത്രമല്ല ഉള്ളത്, ബിക്കകത്ത് അല്ലാതെ എലമെന്റ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇവിടെ ചെറിയ പുള്ളി ആരാ? എ ആണ്. എ ഒരു ചെറിയ സെറ്റാണ് അല്ലെ? ആ ചെറിയ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ബിക്കകത്തുണ്ട്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് ബിയുടെ സബ് ആയിട്ടാണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സൂപ്പർ സെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സൂപ്പർ സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു കേസ് തന്നെ എ ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ? ഇപ്പൊ ബി ആണ് ഇവിടെ വലിയ പുള്ളി. ബിക്കകത്ത് എയിലുള്ള എലമെന്റ്സും ഉണ്ട്, അല്ലാത്ത എലമെന്റ്സും ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബീനെ എന്തെന്ന് വിളിക്കാം? ബീനെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ ബീനെയാണ് നമ്മൾ അവിടെ സൂപ്പർ സെറ്റ് എന്ന് വിളിക്കുക. സൂപ്പർ സെറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ സിമ്പിൾ. ഈ ഒരു സിമ്പിൾ നമ്മൾ ഡിനോട്ട് ചെയ്യാം ഒരു സി തിരിച്ചിട്ട സിമ്പിൾ പോലെ, അല്ലെങ്കിൽ ഒരു യുവിനെ നമ്മൾ തിരിച്ചിട്ട പോലെ. ഫോർ എക്സാമ്പിൾ, the set A is a superset of set B, then it is symbolically represented as A superset B. A is equal to 1, 3 is a subset of B is equal to 1, 2, 3 because all the components in A are contained in B. Then B is called superset. അങ്ങനെയാണ് നമുക്ക് B എന്ന് വിളിക്കാം. B നെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യമാണ് പ്രോപ്പർ സബ്സെറ്റ്. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് നോക്കാം. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം എയും ബിയും 2 സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം, അതൊരു കണ്ടീഷനാണ്. പിന്നെ ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ബിക്കകത്ത് എയിലുള്ള എക്കകത്ത് 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ എയിൽ ഉൾപ്പെടാത്ത ഒരു എലമെന്റ് എങ്കിലും ബിക്കകത്ത് എന്താണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബിനെ നമുക്ക് എയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്, അല്ലെങ്കിൽ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. പ്രോപ്പർ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എയിൽ ഉള്ള എലമെന്റ്സ് 3 എണ്ണവും അതിന് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടാകുകയും വേണം. എയിൽ ഇല്ലാത്തൊരു എലമെന്റും കൂടെ ബിയിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഒരു പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കാം. ഇനി യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ എലമെന്റ്സ് ഓർ ഒബ്ജക്ട്സ് ഓഫ് അതർ സെറ്റ്. നമ്മളിപ്പോ ഒരു 2-3 സെറ്റ് എടുക്കാൻ വിചാരിക്കും. എ ഈസ് ഈക്വൽ ടു 2, 4, ബി ഈസ് ഈക്വൽ ടു
1 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എയിലും ബിയിലെ എലമെന്റ് ഉണ്ടാകണം, പിന്നെ എയിലും ബിയിലും ഇല്ലാത്ത എലമെന്റ്സും വേണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരാം. മനസ്സിലായില്ലേ? അപ്പം 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം. യൂണിവേഴ്സൽ സെറ്റിനകത്ത് എയിലെ ബിയിലെ എലമെന്റ്സും ഉണ്ടായിരിക്കും, ഇതല്ലാത്ത എലമെന്റ്സും ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ്. എ ഈസ് ഈക്വൽ ടു 4 6 8 10 എക്സെട്ര ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 3 5 7 9 ഓഡ് നമ്പേഴ്സ് ആണ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സിന്റെയും ഫുൾ ആണ്. മനസ്സിലായില്ലേ? ഇനി പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താ നോക്കാം. പവർ സെറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ പോസിബിൾ സബ്സെറ്റ് ഓഫ് ദ ഒറിജിനൽ ഈവൻ സെറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് പവർ സെറ്റ് എന്ന കോൺസെപ്റ്റ്. ഓക്കെ, പവർ സെറ്റോടെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് ആയിരിക്കും. രണ്ട് സെറ്റ്സ് തമ്മിൽ യൂണിയൻ എടുക്കുക, ഇന്റർസെക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകും. അപ്പൊ നമുക്ക് അതിനു മുന്നേ പവർ സെറ്റും കൂടെ പഠിച്ചിട്ട് പോവാം. A power set is a set that contains all the possible subset of the original given set, including the null or empty set. അതായത് all the possible subset of the original given set. അതായത് നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം. ആ സെറ്റിൽ നമുക്ക് എത്ര സബ്സെറ്റുകളെ എഴുതാമോ ആ സബ്സെറ്റ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അതിന്റെ ഒപ്പം നൾ അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് കൂടി എഴുതണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പവർ സെറ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 1 2 9 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. എക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട് അല്ലെ? അപ്പം എത്ര സബ്സെറ്റുകൾ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഫോം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റൂൾ ഉണ്ട് കേട്ടോ. ആ റൂൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, ഒരു സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, എ ടോട്ടൽ ഓഫ് 2 raised to n സബ്സെറ്റ്സ് ക്യാൻ ബി ഫോംഡ്. മനസ്സിലായില്ലേ? 2 raised to n സബ്സെറ്റ്സ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഈ n എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഓരോ സെറ്റിനകത്തുമുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഇപ്പൊ നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ n എന്താ വരിക? 3 അല്ലേ വരുന്നത്? കാരണം അവിടെ 3 എലമെന്റ്സ് അല്ലേ ഉള്ളത്. 2 എല്ലാത്തിനും സെയിം, ഏത് സെറ്റ് എടുത്താലും 2 അങ്ങനെ തന്നെയാണ്. അത് ആ ഫോർമുല അങ്ങനെയാണ്. നമുക്ക് എത്ര സബ്സെറ്റുകൾ നമുക്കുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 raised to n ആണ്. ഈ n എന്ന് പറയുന്നത് ഈ ഒരു കേസിലാണെങ്കിൽ 3 വരെ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിന്റെ എണ്ണമാണ് n കൊണ്ട് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം 2 raised to n. ഈ ഒരു കേസിലാണെങ്കിൽ 2 raised to 3. 2 raised to 3 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 into 2. 2 2s are 4. 4 2s are 8. ഇങ്ങനെയാണ്. അപ്പൊ 8 എലമെന്റ്സ് നമുക്ക് അല്ലെങ്കിൽ 8 സബ്സെറ്റുകൾ നമുക്ക് കിട്ടും. മനസ്സിലായോ? അതായത് എ ഇസ് ഈക്വൽ ടു 1 2 9 എന്ന ഈ ഒരു സെറ്റിന് നമുക്ക് 8 സബ്സെറ്റുകളെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു 1 2 9 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാം. ആദ്യം തന്നെ നമ്മൾ നൾ സെറ്റ് എഴുതുക കേട്ടോ. നൾ സെറ്റ് എഴുതി. പിന്നെ നമ്മൾ ഈ 1 2 9 ഇതിപ്പോ 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, അതിനെ നമ്മൾ ഓരോ എലമെന്റ്സിനെ സെപ്പറേറ്റ് സെറ്റിലായിട്ട് എഴുതാണ്. 1 ഒരു സെറ്റ്, 2 ഉള്ള ഒരു സെറ്റ്, 9 ഉള്ള ഒരു സെറ്റ്, പിന്നെ 2 എലമെന്റ്സ് ഉള്ള സെറ്റ് വീതം. 1 2 എഴുതി, 1 2 എഴുതി, 1 9 എഴുതി, 2 9 എഴുതി. ഓക്കെ, പിന്നെ ഈ ഒറിജിനൽ സെറ്റ് അതുപോലെ തന്നെ എഴുതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല കേട്ടോ. അതായത് നമ്മളിപ്പം സെറ്റ് 1 2 എഴുതി എന്ന് വിചാരിക്കുക, പിന്നെ നമ്മൾ 2 1 എന്ന് എഴുതരുത്. 2 1 നമ്മൾ വീണ്ടും ഒരു സബ്സെറ്റ് ആയിട്ട് അവിടെ എഴുതാനായിട്ട് പാടില്ല. കാരണം എന്താ? നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സെറ്റ്സിനകത്ത് ഓർഡറിന് പ്രാധാന്യമില്ല. അതായത് 1 2 എന്ന് എഴുതിയാലും 2 1 എഴുതിയാലും നമുക്ക് രണ്ടും അത് ഒന്നായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ എലമെന്റ്സിന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനോട് പ്രാധാന്യമില്ല. നമ്മൾ അത് സെയിം ആയിട്ട് തന്നെ കണക്കാക്കുന്നത്. ഇപ്പൊ ഈ 1 2 ആയാലും 2 1 ആയാലും നമ്മൾ ഈക്വൽ സെറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 1 2 ഓൾറെഡി എഴുതിയിട്ടുണ്ട് എങ്കിൽ പിന്നെ 2 1 അവിടെ എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? നൾ സെറ്റ് എഴുതി അല്ലെ? പിന്നെ നമ്മൾ ഒരു എലമെന്റ് ഉള്ള സെറ്റുകൾ എഴുതി. 1 എഴുതി, 2 എഴുതി, 9 എഴുതി. പിന്നെ നമ്മൾ 2 എലമെന്റ്സ് ഉള്ള സെറ്റിനെ ഫോം ചെയ്തു. 1 2 1 9 2 9. പിന്നെ ഒറിജിനൽ സെറ്റ് അതുപോലെ തന്നെ എഴുതി വെച്ചു. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സിമ്പിൾ നമ്മൾ 5 എന്നാ വായിക്കുക. റെപ്രസെന്റ് ചെയ്യുന്നത് നൾ ഓർ എംപ്റ്റി സെറ്റ് ആണ്. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 9 റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ ദ സബ്സെറ്റ് വിത്ത് 1 എലമെന്റ്സ്. Set 1 2 set 1 9 set 2 9. This represent all the subset with the 2 elements. Lastly,
സെറ്റ് 1 2 9 വിച്ച് റെപ്രസെന്റ് ദ സെറ്റ് ഇറ്റ്സെൽഫ്. അത് ആ ക്വസ്റ്റിനകത്തുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ബി ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുവാണ് 4 രണ്ട് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 2n ആണ് ഫോർമുല. അപ്പം 2 ഇവിടെ n എന്ന് പറയുന്നത് എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഒരു പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പൊ 4 സബ്സെറ്റുകൾ കിട്ടും. ഈ 4 സബ്സെറ്റുകൾ നമ്മൾ എങ്ങനെയൊക്കെ എഴുതുക? ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതാം അല്ലേ. നമ്മൾ നൾ സെറ്റ് എഴുതി ഇതൊരു വലിയ സെറ്റിനകത്ത് വേണം ഓരോന്നും എഴുതാനായിട്ട് കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് വേണം എഴുതാം. ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതി. അടുത്ത് നമ്മൾ എന്ത് എഴുതും? ഒരു എലമെന്റ് ഉള്ള സെറ്റ് 4 എഴുതി, കോമ ഇട്ടു, 2 എഴുതി, കോമ ഇട്ടു. നമുക്കിനി വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ? ഈ ഒറിജിനൽ സെറ്റായ 4ഉം 2ഉം എഴുതി. 4 സബ്സെറ്റ് കിട്ടിയില്ലേ നമുക്ക്? 4 സബ്സെറ്റ് കിട്ടി അല്ലെ. 1 2 3 4. ഇത്രയും സിമ്പിൾ ആണ്. അപ്പം ഇങ്ങനെ ഒരു സെറ്റ്, ഒരു എ എന്നൊരു സെറ്റ് തന്നിട്ട് നമ്മളോട് അതിന്റെ പ്രോപ്പർ സെറ്റ് എഴുതാൻ പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ പവർ സെറ്റ് എഴുതാൻ, പ്രോപ്പർ സെറ്റ് അല്ല, പവർ സെറ്റ് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സിമ്പിൾ ആണ്. ആദ്യം ആ സെറ്റ് അതുപോലെ തന്നെ എഴുതണം, പിന്നെ നൾ സെറ്റ് എഴുതണം, പിന്നെ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ്, 2 എലമെന്റ് മാത്രമുള്ള സെറ്റ്, 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 3 എലമെന്റ് സെറ്റ്, അങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി 4 എലമെന്റ് ഉള്ള ഒരു സെറ്റ് വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ 4 എലമെന്റ് ഉള്ളതിനെ എഴുതുക, നൾ സെറ്റ് എഴുതുക, പിന്നെ ഓരോ എലമെന്റ്സ് വീതം, then 2 എലമെന്റ്സ് വീതം, 3 എലമെന്റ്സ് വീതം, അങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെറ്റ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ.